ഹായ് മൈലാഞ്ചി കൈവിരല മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ ഏതൊരു പട്ടുമാ തങ്ങക്കിനാവുകൾ ഹായത്തിൽ പാടുകയാണ് മണി മഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുമാ ഇശൽ സംഗീതത്തിന്റെ നവ്യാനുഭവങ്ങളുടെ അതുല്യ വേദിയാണ് പട്ടുറുമാലിന്റെ ഈ പാട്ടുകൊട്ടാരം. പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവങ്ങൾ പകർന്നു നൽകുന്ന ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിലെ പാട്ടുകാർക്ക് വേണ്ടിയിട്ട് സമയവും സപ്പോർട്ടും നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പട്ടുറുമാലിന്റെയും മാപ്പിളപ്പാട്ടിന്റെയും സ്വന്തം കൂട്ടുകാരി സജ്ല സലീം, മാപ്പിളപ്പാട്ടിന്റെ സ്നേഹഗായകൻ ഫിറോസിക്ക, മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദമായി മാറിയ നജീം അർഷാദ്, പട്ടുറുമാലിന്റെ സ്വന്തം ഓർക്കസ്ട്ര ചീഫ് മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് ഇനി എത്തുന്നത് സുഹൈൽ. സത്യം സുഹൈലിനെ മനസ്സിലായേയില്ല. അതെന്താ? ഇതെന്താണ്? വേഷം കണ്ടിട്ടാ? ആ രസമായിട്ടുണ്ടല്ലോ. ഒരു 60-70 കാലഘട്ടത്തിൽ നിന്നും ടിവിയിൽ നിന്നും ചാടി വന്ന ഒരാളെ പോലെയുണ്ട്. ഞാൻ ആ സമയത്തെ കണ്ടിട്ടുള്ളൂ. ഞാൻ വളരെ പ്രായം കുറവാണല്ലോ, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ സുഹൈൽ, എന്താ സംഭവം? നമുക്ക് നേരിട്ട് കണ്ടാൽ മതി. ഒരു ക്ലൂ, ഒരു ഓക്കെ. പാട്ട് ഏതാണ്? പാട്ട് അമ്മായി ഉമ്മക്ക് സോങ്. അമ്മായി ഉമ്മയ്ക്ക് എന്നുള്ള സോങ്. നമുക്ക് നേരിട്ട് പെർഫോമൻസിലേക്ക് പോവാം. ചിരിപ്പിക്കണം. ഞാൻ ഓൾറെഡി ചിരിച്ചു, വേഷമൊക്കെ കണ്ട്, പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ ചിരിപ്പിക്കണം. ഇങ്ങനെ വളരെ പാവമായിട്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ സുഹൈല്. അപ്പോ ഈ ഒരു വേഷത്തിൽ വന്നത് തന്നെ നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഉമ്മയ്ക്ക് ലുങ്കിത്തുണി, അമ്മോശൻ കാക്കാക്ക് അറബിത്തുണി. അമ്മായിയുമ്മയ്ക്ക് ലുങ്കിത്തുണി, അമ്മോശൻ കാക്കാക്ക് അറബിത്തുണി. അടിയന്മാർക്കൊക്കെയും പാൻറിൻ തുണി, അനിയത്തിമാർക്കോ സൽവാർ തുണി, സൽവാർ തുണി. അമ്മായിയുമ്മയ്ക്ക് ലുങ്കിത്തുണി, അമ്മോശൻ കാക്കാക്ക് അറബിത്തുണി. അടിയന്മാർക്കൊക്കെയും പാൻറിൻ തുണി, അനിയത്തിമാർക്കോ സൽവാർ തുണി, സൽവാർ തുണി. സാരിയും പിന്നെ സ്പ്രേയും വേണം, അയൽ വീട്ടുകാർക്കൊക്കെ ഒപ്പിക്കണം. സാരിയും പിന്നെ സ്പ്രേയും വേണം, അയൽ വീട്ടുകാർക്കൊക്കെ ഒപ്പിക്കണം. അളിയാ ഞങ്ങൾക്കിന്നൊരു വാച്ച് വേണം, വേണം, വേണം. ഞങ്ങൾക്കിന്നൊരു സ്പ്രേയും കൂടി വേണം, വേണം, വേണം. നിന്നും ഇക്കരെ വന്നാൽ അത് മുതൽ വീട്ടിൽ വിരുന്നാട്. അക്കരെ നിന്നും ഇക്കരെ വന്നാൽ അത് മുതൽ വീട്ടിൽ വിരുന്നാട്. പെട്ടി തുറക്കാൻ കൊട്ടി നടക്കാൻ പെങ്ങന്മാരും കുട്യാട്, കുട്യാട്. പെട്ടി തുറക്കാൻ കൊട്ടി നടക്കാൻ പെങ്ങന്മാരും കുട്യാട്, കുട്യാട്. എന്ത് കൊടുത്താലും കുറ്റം തന്നെ, എന്നാലും കണ്ണ് തെളിയില്ലെന്നേ. എന്ത് കൊടുത്താലും കുറ്റം തന്നെ, എന്നാലും കണ്ണ് തെളിയില്ലെന്നേ. ഇക്ക ഞങ്ങൾക്കിന്നൊരു $1 വേണം, വേണം, വേണം.
ഞങ്ങൾക്കിന്നൊരു ഡോക്ടറും കൂടി വേണം വേണം വേണം. ചീർപ്പും കാസറ്റ് ടാപ്പും സോപ്പിടുവാൻ കൊടുത്തെല്ലാവർക്കും. സോപ്പുകൾ ചീർപ്പും കാസറ്റ് ടാപ്പും സോപ്പിടുവാൻ കൊടുത്തെല്ലാവർക്കും. വാപ്പയ്ക്ക് കണ്ണട ഉമ്മയ്ക്ക് പ്രഷർ വള കൊടുത്തിട്ട് മുഖം തെളിഞ്ഞില്ലാർക്കും എല്ലാവർക്കും. വാപ്പയ്ക്ക് കണ്ണട ഉമ്മയ്ക്ക് പ്രഷർ വള കൊടുത്തിട്ട് മുഖം തെളിഞ്ഞില്ലാർക്കും എല്ലാവർക്കും. എന്തെല്ലാം പെട്ടികൾ കാലിയായി, 100 പിരിശവും ബാക്കിയായി. എന്തെല്ലാം പെട്ടികൾ കാലിയായി, 100 പിരിശവും ബാക്കിയായി. ഇക്ക ഞങ്ങൾക്കിന്നൊരു ഡോളർ വേണം വേണം വേണം. ഞങ്ങൾക്കിന്നൊരു ഡോർച്ചും കൂടി വേണം വേണം വേണം. കെട്ടിയോൾ ഒളിപ്പിച്ചതാണെന്നൊരു കുറ്റം. പെട്ടിയിലുള്ളത് എന്നുടെ കെട്ടിയോൾ ഒളിപ്പിച്ചതാണെന്നൊരു കുറ്റം. പെട്ടിയിലുള്ളത് എന്നുടെ കെട്ടിയോൾ ഒളിപ്പിച്ചതാണെന്നൊരു പറ്റം ഒരു പറ്റം. പെട്ടിയിലുള്ളത് എന്നുടെ കെട്ടിയോൾ ഒളിപ്പിച്ചതാണെന്നൊരു പറ്റം ഒരു പറ്റം. പെങ്ങളും കെട്ടിയോളും വാക്കേറ്റമായി, പെങ്ങന്മാരൊക്കെ ഒരു പാർട്ടിയായി. പെങ്ങളും കെട്ടിയോളും വാക്കേറ്റമായി, പെങ്ങന്മാരൊക്കെ ഒരു പാർട്ടിയായി. ഓയ് അമ്മായി ഉമ്മയ്ക്ക് ലുങ്കിത്തുണി, അമ്മോശൻ കാക്കാക്ക് അറബിത്തുണി. അളിയന്മാർക്കൊക്കെയും പാൻറിൻ തുണി, അനിയത്തിമാർക്കോ സൽവാർ തുണി സൽവാർ തുണി. ഓയ് അമ്മായി ഉമ്മയ്ക്ക് ലുങ്കിത്തുണി, അമ്മോശൻ കാക്കാക്ക് അറബിത്തുണി. അളിയന്മാർക്കൊക്കെയും പാൻറിൻ തുണി, അനിയത്തിമാർക്കോ സൽവാർ തുണി സൽവാർ തുണി. സുഹൈലിന്റെ പെർഫോമൻസ് കണ്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ആരായിരിക്കും എന്ന് പറയാമോ? ഗൾഫുകാര്. അവര് ശരിക്കും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഹോ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അനുഭവിക്കുന്നതാണല്ലോ സുഹൈൽ പാട്ടിലൂടെ പാടിയത്. സുഹൈലിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. നജിമിക്ക പേർഷ്യക്കാരനാണോ? പറഞ്ഞ പോലെ പാട്ട് കൂടുതലും കേട്ടിട്ട് ഇത് കണ്ടിട്ട് കൂടുതലും ചിരിക്കുന്നത് പ്രവാസികളായിരിക്കും. 80കളിലൊക്കെ അവർ നേരിട്ടിരുന്ന അവസ്ഥകളാണ് ഈ പാട്ടിലൂടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് മറന്നുപോയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് മറന്നിട്ടിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ അല്ലേ? മറന്നില്ലേ? ഫസ്റ്റ് മറന്നതല്ല, പാടാൻ പറ്റാതായിരുന്നോ? പിന്നെ അതിന്റെ ഒരു ഇത് പോയി. ഓ അതായിരുന്നു പ്രോബ്ലം. സുഹൈലിന് കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര പനിയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം കൂടെ. പിന്നെ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ഇങ്ങനെ നിമിഷ കവിയാവുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഈ പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. മൊത്തത്തില് അവരുടെയൊക്കെ കൂട്ടുകാരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുകൊണ്ട് കുറെ ഒക്കെ സോൾവ് ആയിട്ടുണ്ട്. താങ്ക് യു നജിമിക്ക. ഫിറോസിക്ക എവിടെയാ നാട്ടില്? കാസർഗോഡ്. ഇത് എഴുതിയതാരാന്ന് അറിയില്ല. പുതിയതായി എഴുതിച്ചതല്ല അല്ലേ? അത് നമുക്ക് അറിയിക്കാം. പ്രേക്ഷകരെ അത് അറിയിക്കുന്നതിൽ വലിയ സംഗതിയൊന്നുമില്ല. പുതുതായി ഒരുപാട് പാട്ടുകൾ എഴുതി വരുന്നുണ്ട്.
ഈണങ്ങളെ ചുവട് പിടിച്ചുകൊണ്ട് എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, ഈ ഈണം ഈ വരികൾക്ക് യോജിക്കുന്നില്ല. തരിവളകൾക്ക് പൊട്ടിച്ചിരിയുന്ന കോഴിക്കോട് അബൂബക്കറിന്റെ ട്യൂണാണിത്. അദ്ദേഹം ചെയ്ത ഒരു ഒപ്പനപ്പാട്ട്. മനറിയോ പാട്ട്? തരിവളകൾക്ക് പൊട്ടിച്ചിരി കമ്പിത്തിരി മധുരച്ചിരി തനനാനീ മധുരച്ചിരി മധുരച്ചിരി. ഇതാണിത്. ഈ വരികൾക്ക് ഈ ഈണം ചേരുന്നില്ല. പിന്നെ ഓൺ സിംഗിങ് സുഹൈലിന് പറ്റിയ പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നു. മറന്നുപോയി, ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോവുമായിരുന്നു, കുറേ ബാർ ഇങ്ങനെ പോയി അല്ലേ, അവിടെയൊന്നും പാടിയില്ല. അപ്പോൾ ഒരു ബ്ലാങ്ക്നെസ് ഫീൽ ചെയ്തു. പിന്നെ പാടാനുള്ള ബുദ്ധിമുട്ട്, ഈ പനിയായിരുന്നു എന്ന് പറഞ്ഞു, അത് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക കേട്ടോ. ഈണം ചേരുക വരികൾക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഈ കോമഡി പാട്ടിൽ മാത്രമല്ല അല്ലേ. ഞാൻ അങ്ങനെ ഇനി അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ അല്ലേ. നമ്മൾ ഇപ്പോൾ യേശുദേവനെ വിളിച്ചു പാടിയാൽ യേശു കേൾക്കണമെന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക എന്ന് പാടുമ്പോ യേശുദേവൻ കേൾക്കണം അത് അല്ലേ. ജയേട്ടൻ ഒരു എപ്പിസോഡിൽ എവിടെയോ പറയുന്നത് കേട്ടു, വേറൊരു ഷോയിൽ, കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ കേൾക്കണമെന്ന്. എന്നിട്ട് അദ്ദേഹം ഉദാഹരിച്ചു, ഞാനൊരു കൃഷ്ണനെ വിളിച്ചിട്ടുണ്ടെന്ന്. ഇവിടമാണ് ഈശ്വര സന്നിധാനം എന്ന പാട്ടിൽ കൃഷ്ണ 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 ഇറങ്ങി വരും കൃഷ്ണൻ അല്ലേ. അല്ലാ ജീവിതം മരുളുന്നു. ആ പാട്ടില് അല്ലാ എന്നൊറ്റ വിളി മതി, ഫസ്റ്റില് വിളി. മനസ്സിലാവും ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞത്? കൃഷ്ണനെയും യേശുവിനെയും അള്ളാനെയും വിളിച്ചാൽ, ഏത് പേരിൽ വിളിച്ചാലും ആ വിളി തട്ടണം. അത് എല്ലാ പാട്ടുകൾക്കും ബാധകമാണ്. താങ്ക് യു ഫിറോസിക്ക. സജ്ലത ഭയങ്കര ഗെറ്റപ്പിലാണല്ലോ ഇന്ന് വന്നിരിക്കുന്നേ. മനസ്സിലായില്ല കേട്ടോ ഫസ്റ്റ് സുഹൈലാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്നുള്ള. പാട്ടൊക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായി സുഹൈലാണെന്നുള്ളത്. എനിക്ക് ഇഷ്ടമായി സുഹൈലിന്റെ ആ ഒരു തീമും. ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്ത്? സാന്ദ്ര, മൂന്നാളും നന്നായിട്ട് ആക്ട് ചെയ്തു കേട്ടോ. കാരണം ഇപ്പോഴാണ് ഞങ്ങളൊക്കെ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്, ഗൾഫിലൊക്കെ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങളും ഒക്കെ നമ്മൾ പെട്ടി നിറച്ചിങ്ങ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ വീട്ടിലുള്ള കാരണവരോ അതോ ബ്രദേഴ്സ് ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരികയാണെങ്കിൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആ പെട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ കൊതിച്ചിരിക്കാറുണ്ട്. അതന്നെയായിരുന്നു ഈ ടീമിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. മൂന്നാളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സുഹൈലിനെ. പിന്നെ പാട്ടിനെ കുറിച്ച് ഞാനും അധികം പറഞ്ഞിട്ട് സുഹൈലിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സുഹൈലിന് പ്രശ്നങ്ങളായിരുന്നു. അടുത്ത പെർഫോമൻസ് ഇതിലും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജ്ലത. സുഹൈലിന്റെ മാർക്സിലേക്ക് പോകാം. നജിമുക്ക. അപ്പൊ അടുത്ത തവണ വരുമ്പോ നല്ല പാട്ടെടുത്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വരണം. 26. ഫിറോസിക്ക. 140, 35.5. സജ്ലത. 26.5. സുഹൈലിന്റെ ടോട്ടൽ മാർക്സ് 88 out of 100. സുഹൈലെ വിഷമിക്കണ്ട. സുഹൈല് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പനിയായിരുന്നു, വയ്യാതെയായിരുന്നു, ഇപ്പൊ ഇവിടെ വന്ന് പാടുമ്പോഴും വയ്യാഴികയുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം. അപ്പൊ പ്രോത്സാഹനമായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് തരികയാണ്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ്.